ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചത് ഒരു സഹോദരിയുടെ വീഡിയോ ആണ്. ആ വീഡിയോ മുഴുവനുമായിട്ട് എല്ലാവരും കാണുക. കണ്ടതിന് ശേഷം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മദ്യപാനം, മറ്റേ പുകവലി, ഞാൻ ഒരു വീഡിയോ എടുക്കുന്നു. മദ്യപാനം, പുകവലി, പിന്നെ അതുപോലെ തന്നെ അടുപ്പിൽ നിന്ന് പുകയുന്നത്, അങ്ങനെ മാങ്ങ, തേങ്ങ, ചക്ക എന്ന് പറഞ്ഞിട്ട് കുറേയാണ് ക്യാൻസറിനെല്ലാം കാരണങ്ങൾ പറയുന്നത്. ഞാനെല്ലാം ഒരു മധുരം അധികമായിട്ട് ഉപയോഗിക്കില്ല, ഒരു ബേക്കറി ഉപയോഗിക്കാറില്ല, മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, അമ്പുവേട്ടനെ പുകവലിക്കാറില്ല. നല്ല നമ്മളെ പാർട്ട്ണർ പുകവലിക്കുമ്പോൾ അതിൻ്റെ പുകയായിട്ട് ക്യാൻസർ എന്നെല്ലാം പറയുന്നത്. അങ്ങനത്തെ ഒരു മിഠായി കഴിക്കാറ്, സ്വീറ്റ്സ് ഒന്നും ഒരു മണ്ണാങ്കട്ടിയും കഴിക്കാതെ. എന്നിട്ടും എന്താ പറയുക, ഈ പാനീയങ്ങളുണ്ടാവില്ലേ നമ്മുടെ കൊക്കക്കോള, അത് ഇത് ഒന്നും, പിന്നെ ആകെ ഞാൻ കഴിക്കുന്നത് ഒരു ചിക്കനാണ്. അതന്നെ ഒരുപാട് കഴിക്കാറ്, ഒരു ചെറിയ കഷ്ണം, വേറെ ഒരു മീറ്റ് ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് ഇത്രയും മണ്ണാങ്കട്ടിയായിട്ട് ഒരു ഇതും കഴിക്കാത്ത എനിക്ക് ക്യാൻസർ. ഇതൊരു വിരോധാഭാസമാണല്ലേ? ഇല്ലെന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഒന്നും സംഭവിക്കുക, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നുമല്ല, പെർഫെക്റ്റ് ഒന്നുമല്ല. ഇതൊന്നും കഴിക്കുന്ന വേണ്ട ക്യാൻസർ ഒന്നും വരാൻ. എന്നിട്ട് പുകവലി, മദ്യപാനെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതൊക്കെ വെറും പറഞ്ഞ വിധിയിലാണ് ഏറ്റവും വലിയ സംഭവം. വിധി ഉണ്ടെങ്കിൽ എല്ലാം വരും, വിധിയില്ലെങ്കിൽ ഒന്നും വരില്ല. സഹോദരിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം സങ്കടമുണ്ട്. എന്നിരുന്നാലും സഹോദരി പറഞ്ഞ ആ വാക്കുകളിൽ ഒരു ചെറിയൊരു തിരുത്ത് പറയാണ്. വിധി എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ഒഴിയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരി പറയുന്നുണ്ട്, സഹോദരിക്ക് യാതൊരു തരത്തിലുള്ള ദുശീലങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഘടകങ്ങളോ ഇല്ല എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ജീവിക്കുന്ന ഈ ലോകം കംപ്ലീറ്റ്ലി ടോക്സിൻസ് ആണ്. അതായത് നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ കുടിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ സ്പർശിക്കുന്നതുമായിട്ടുള്ള എല്ലായിടങ്ങളും ടോക്സിൻസാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഡെപ്പോസിറ്റ് നമ്മുടെ ശരീരത്തിലാകുന്നുവോ അത്രത്തോളം ജീവിതശൈലി അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള, ഷുഗർ പോലുള്ള, പ്രഷർ പോലുള്ള, കൊളസ്ട്രോൾ പോലുള്ള അത്തരത്തിൽ പല 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 രീതിയിലുള്ള അസുഖങ്ങളും വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: നല്ല വ്യായാമം. അതിനോടൊപ്പം തന്നെ ഈ ശരീരത്തിന്റെ അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിൻസിനെ പുറമെ തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റുകൾ ചൂസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പറയുമ്പോൾ പലരും നെറ്റ് ചുളുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് എ റിയാലിറ്റി. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ ആ വാഹനം എത്രയോ കിലോമീറ്ററുകൾക്ക് ശേഷം സർവീസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ ഒരു അഴുക്കുകൾ എടുത്ത് കളയുന്നതിന് വേണ്ടി. അത് ഓയിലിന്റെ രൂപത്തിലായാലും ഡസ്റ്റിന്റെ രൂപത്തിലായാലും പല രൂപത്തിൽ വരുന്ന കാര്യങ്ങൾ എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്രയും വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ മെഷീൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ തിരിഞ്ഞുകൂടി നോക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് അതിനൊന്ന് സർവീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിനൊന്നും നമ്മൾ അതിനൊരു പോസിബിലിറ്റി കണ്ടെത്തുന്നില്ല. അത് മാത്രമാണ്. സോ ലിവ് ഹെൽത്തി, ലിവ് വെൽത്തി. ഹാവ് എ ഗ്രേറ്റ് ഡേ.